ഹലോ വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ആറ്റുകാൽ ദേവീ ക്ഷേത്രമാണിത്. നമ്മുടെ ടൂർ പാക്കേജിൽ ഒരു ഭാഗമാണിത്. അകത്തേക്ക് കയറാൻ നിന്നില്ല, പുറത്ത് മാത്രം. പക്ഷെ പുറത്ത് പോലും ഇവിടെ ക്യാമറ അലൗഡ് അല്ല. പക്ഷെ പുറത്ത് ഷീറ്റിട്ട ഭാഗങ്ങളൊക്കെ ക്യാമറ ബാൻ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. അങ്ങനെ ക്ഷേത്ര സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്ക് എത്തി. മ്യൂസിയവും മൃഗശാലയും കൂടിച്ചേർന്നുള്ള ഒരു ഭാഗമാണിത്. ഒന്ന് കണ്ടിട്ട് മറ്റൊന്ന് കാണാനുള്ള സമയമില്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാനേ പറ്റൂ, കാരണം ടൈം അനുകൂലമല്ല. കാട്ടെരുമയാണ്, അതായത് നമ്മൾ ബാഹുബലി കണ്ട പോലത്തെ എരുമയില്ലേ, അതാണ്. പക്ഷെ സിനിമയിൽ കാണുന്ന പോലെ അത്ര വലിയ സൈസ് ഒന്നുമില്ല. അങ്ങനെ അതിന്റെ ഇടയിൽ കുറച്ച് വെള്ളമയിലുകളെ കണ്ടു. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഫുള്ളും ബേർഡ്സ് ആണ്, കുറെ ടൈപ്പിലുള്ള ബേർഡ്സ് ആണ്. ഇത് കഴുകന്മാരാണ്, കഴുകക്കൂട്ടങ്ങൾ. ഇതിലുള്ള വലിയ സൈസ് ഉണ്ട്, ചെറിയ സൈസ് ഉണ്ട്. പക്ഷെ എല്ലാം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മുതലയും കൂടി കണ്ടു. പിന്നെ വേറെ കുറെ കൊക്കുകളൊക്കെ കാണാൻ പറ്റി. കുറെ ഇഷ്ടമുള്ള കൊക്കുകൾ, കുറെ വ്യത്യസ്തമായ കൊക്കുകൾ, നമ്മുടെ നാട്ടുവരമ്പിലും കണ്ടത്തിലൊക്കെ പാറി നടക്കുകയൊക്കെ ചെയ്യുന്ന കുറെ കൊക്കുകൾ. പിന്നെ കുറെ കളർഫുൾ ആയിട്ടുള്ള കൊക്കുകൾ, ഭീമാകരന്മാരായിട്ടുള്ള കൊക്കുകൾ, അങ്ങനെ കുറെ കൊക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ നീർനായകൾ, മറ്റേ പന്നിക്കരടിയൊക്കെ ഉണ്ട്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള മൂടൊക്കെ സെറ്റ് ആവുന്നത് ധാരാളം. പിന്നെ നമ്മുടെ സിംഹച്ചാരുണ്ട് ഇവിടെ കടന്നുറങ്ങുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. ഈ പൊങ്ങിക്കിടക്കുന്നത് പാറകളല്ല, ഹിപ്പോപ്പൊട്ടാമസ് ആണ്. സകലത്തിന്റെ വെള്ളത്തിന്റെ അടിയിലായതുകൊണ്ട് അത്ര വ്യക്തമല്ല. പിന്നെ അങ്ങോട്ടുള്ളത് കുറെ മാനുകളാണ്. പുള്ളിമാൻ, കലമാൻ, അങ്ങനെ പല ടൈപ്പ് മാനുകളുണ്ട് ഇതിനകത്ത്. പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് മഴമരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മൃഗശാലയുടെ ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ട് ഈ മരങ്ങൾക്ക്. പിന്നെ ഈ മാൻകൂട്ടങ്ങൾ. ഇതാണ് ഈ മൃഗശാലയുടെ കാഴ്ച. ആകെ ഇത്ര മൃഗങ്ങളേ ഉള്ളൂ. മാന്, സിംഹം, കരടി, ഹിപ്പോപ്പൊട്ടാമസ്, കാട്ടുപോത്ത്, മുതല, പിന്നെ കുറച്ച് പക്ഷികൾ. അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് വലിയ മൃഗങ്ങളൊന്നുമില്ല. ഞാനിവിടെ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. പക്ഷെ അന്ന് കണ്ടെത്ര മൃഗങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ വേറെ കുറച്ച് പാമ്പുകളുടെ ഏരിയ ഉണ്ട്. അതൊരു ഗുഹക്കകത്താണ്. അത് ഇവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും അനുവാദമില്ല.